ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കാർത്തിക വിക്രത്തിനെ ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് പറയുകയാണ് കേട്ടോ, ഇനി നിങ്ങൾ ആരെയും പേടിക്കേണ്ട, എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എനിക്കൊരു കൺസ്ട്രക്ഷൻ വർക്കിലോട്ടും കൂടെ ഇറങ്ങാൻ വേണ്ടി താല്പര്യമുണ്ട്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ എല്ലാം നോക്കി നടത്തുന്നത് ഇനി വിക്രമായിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന പ്രകാശനൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് പ്രകാശൻ പറയുന്നുണ്ട്, എനിക്ക് ഇവനെ കൊണ്ടുപോയി 2-3 ആൾക്കാരെ കാണിക്കാനുണ്ടമ്മേ, പോയിട്ട് വരാമെന്നൊക്കെ പറയുകയാണ്. അപ്പം കാർത്തികൻ പറയുകയാണ്, കൊണ്ടുപോയി ആരെയാണെന്ന് വെച്ചാൽ വെല്ലുവിളിച്ചിട്ട് വാ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി കാർത്തികേനെ തൊഴുതു പറയാം കേട്ടോ. എല്ലാം മോള് വന്നതിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, എനിക്ക് തിരിച്ച് ചെന്നൈക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടാവും, നിങ്ങൾക്ക് വേലക്കാരുണ്ടാവും, നിങ്ങൾ നമ്മുടെ വിക്രം ഒരു വലിയ കമ്പനിയുടെ മുതലാളിയായിരിക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, മനസ്സിൽ ഇതെല്ലാം ഞാൻ നടത്തി തരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക അവിടുന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ പ്രകാശനും വിക്രവും നമ്മുടെ കല്യാണിയുടെ RS കൺസ്ട്രക്ഷനിൽ എത്തുന്നതാണ്. അവിടെ എത്തുമ്പോഴേ മാനേജർ വന്നിട്ട് ചോദിക്കും, താനെന്താണോ ഇവിടെ എന്നിങ്ങനെ കളിയാക്കി ചോദിക്കാൻ പറയും, ഞാൻ എന്തിനാണെന്ന് വഴിയെ തനിക്ക് മനസ്സിലായിക്കോളും, ഇത് എന്നെ വല്ല കൺസ്ട്രക്ഷൻ പണിക്കാണോ, അതിന് തന്നെ കൊണ്ട് പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പ്രകാശം പറയുന്നുണ്ട്, ഒരു വലിയ പണിയുന്നുണ്ട്, പക്ഷേ അത് ഇവളുടെ ഈ സ്ഥലത്തൊന്നും ആയിരിക്കുമല്ലോ, കൂടിയ സ്ഥലത്തുനിന്ന് തന്നെ അത് പണിയിക്കാൻ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ടോ. ആ സമയത്ത് രതീഷ് അങ്ങ് വരുമ്പോഴേക്കും പറയുകയാണ്, അതേ എൻ്റെ പഴയ മരുമോൻ വന്നു എന്ന് പറഞ്ഞ് രതീഷിനെ കളിയാക്കുവാണ്. അപ്പോൾ രതീഷ് ചോദിക്കുന്നുണ്ട്, ഞാനെങ്ങനെ അവിടെ പഴയ മരുമോനായത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ജയിലായിരുന്ന സമയത്ത് നീയൊക്കെ കുറേ ആഘോഷിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ച് വിക്രം പറയുമ്പോഴേക്കും പറയും, നീ എങ്ങനെ ജയിലായത്, ഞങ്ങളാരും നിന്നെ പിടിച്ചുകൊണ്ടിട്ടൊന്നുമല്ലോ, നീ ചെയ്തിട്ട് തന്നെയല്ലേ പോയെന്നൊക്കെ ചോദിക്കും കേട്ടോ രതീഷ്. എന്നിട്ട് രതീഷ് പറയുന്നുണ്ട്, ഇപ്പം ഞങ്ങൾക്കൊക്കെ നല്ല മനസ്സമാധാനമുണ്ട്, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും 5 ശമ്പളമുള്ള ജോലിയും കല്യാണി കിരണും കൂടെ സ്ഥലം മേടിച്ചിട്ടുണ്ട്, ഇനി അവിടെ ഒരു വീട് പണി ഞങ്ങൾക്ക് തുടങ്ങണം, അങ്ങനെ എല്ലാ ഐശ്വര്യത്തോടും കൂടെ ജീവിക്കുക എന്നൊക്കെ രതീഷ് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പ്രകാശനും വിക്രത്തിനും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയും, നിൻ്റെയൊക്കെ ഈ നക്കാപ്പിച്ച കണക്കിൻ്റെ കാര്യമൊന്നും കേൾക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ അവളെ ചെന്ന് കണ്ട് അവളോട് 4 വർത്താനം പറയട്ടെ എന്ന് പറഞ്ഞ് കല്യാണിയുടെ ഓഫീസിലോട്ട് കയറി പോവാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴേ കല്യാണിയോട് പറയുന്നുണ്ട്, നിനക്ക് കാണാൻ വേണ്ടി ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടടി, നോക്കുമെന്ന് പറഞ്ഞ് വിക്രത്തിനെ കാണിക്കുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, നിനക്ക് എന്താ കൊടികെട്ടിയ വക്കീലൊന്നും വന്നില്ലേ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് കല്യാണി പറയണ, എനിക്കതിൻ്റെ ആവശ്യമില്ല, എന്നെ പ്രതിയാക്കാൻ നോക്കി ഞാനതിന് തിരിച്ച് ചെയ്തു, പിന്നെ ഇവൻ ചെയ്തതിനാണ് ബാക്കി ഇവൻ അനുഭവിച്ചതൊക്കെ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നിൻ്റെയൊക്കെ ഗുണ്ടകളും നിൻ്റെ അച്ഛൻ്റെ ആൾക്കാരും കൂടെ എൻ്റെ മോനെ അവിടെ ഇട്ട് തല്ലി ചതച്ചിട്ട് നോക്കടി, എൻ്റെ രാജകുമാരൻ തിരിച്ചു വന്ന് നീ നോക്കുന്നൊക്കെ കല്യാണിയെ വെല്ലുവിളിക്കുവാണ് കേട്ടോ. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, നീ ഏത് കൊടികെട്ടി വക്കീലിനെ കൊണ്ടുവന്നാലും ഞാനൊന്നും പുറത്തിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നടി എന്ന് വിക്രവും പറയുന്നു. ആ സമയത്ത് കാദംബരി അങ്ങ് വരുമ്പോഴേക്കും പറയുന്നുണ്ട്, എൻ്റെ പഴയ മൂത്ത മോള് വന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും കാദംബരി പറയുന്നുണ്ട്, 2 അസുരന്മാരിങ്ങ് കയറി പോന്നായിരുന്നു എന്ന് രതിയേട്ടൻ പറഞ്ഞായിരുന്നു എന്ന് പറയണം കേട്ടോ. അപ്പോൾ കാദംബരിയോടും കൂടെ ദേഷ്യപ്പെടുവാണ് പ്രകാശ്. എന്നിട്ട് പറയാണ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ കാലമൊന്നും ഈ കമ്പനി ഉണ്ടാവും നീ ഓർക്കണ്ട, ഇത് മുട്ടം തട്ടി പൊളിയാൻ പോവുക, അതിന് മുമ്പ് വരുവാണെങ്കിൽ ഇപ്പം ഞങ്ങളോട് വരുവാണെങ്കിൽ നിനക്കൊക്കെ ഒരു ജോലിയിലും തരാമെന്ന് പറയും കേട്ടോ. എന്നിട്ട് അവിടുന്ന് വെല്ലുവിളിച്ചിട്ട് അവരവിടുന്ന് പോവാണ്. ആ സമയത്ത് നമ്മുടെ കാദംബരി പറയുന്നുണ്ട് കല്യാണിയോട്, നോക്ക് എവിടുന്നോ 10 പൈസ വന്നു കഴിഞ്ഞപ്പോൾ പഴയ സ്വഭാവം തിരിച്ചു വന്നത് കണ്ടോ എന്നിങ്ങനെ പറയണം കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ കല്യാണി ഇങ്ങനെ സങ്കടത്തോടും ദേഷ്യത്തോടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഇവർ തിരിച്ചു പോകുന്ന വഴിക്ക് വിക്രം വണ്ടിക്കകത്ത് വെച്ച് സോണിയും ആൽബിയും കൂടെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവരുടെ മുമ്പിൽ ചെന്നിറങ്ങിയിട്ട് അവരെയും വെല്ലുവിളിക്കുവാണ്. ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇന്നലെ വരാഞ്ഞത്, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് നീ പ്രതീക്ഷിച്ചില്ലായിരുന്നോ, നീ വലിയ വക്കീലിനെ കൊണ്ട് വരുമെന്നുള്ള ഓർത്ത് അതിലും വലിയ ആളെ എനിക്കുണ്ടടി എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സോണി പറയുന്നുണ്ട്, ഇയാളോടൊന്നും മിണ്ടണ്ട ആൽബിയേട്ടാ, വാ പോവാൻ, കള്ളന്മാരോടും കൊള്ളക്കാരോടും മിണ്ടാനാണ് സമയം എന്ന് പറയുമ്പോഴത്തേക്കും ആൽബിയും പറയുന്നുണ്ട്, നേരാ, നീ പുറത്തിറങ്ങിയിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ, നിനക്ക് ഇനി ആര് ജോലി തരാനാണ്, സമൂഹത്തിൽ നിനക്കൊരു വിലയുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശൻ ആൽബിയെ കളിയാക്കി പറയുകയാണ്, നീ ഒരു എച്ചിൽ തിന്നവനല്ലേടാ എന്നിങ്ങനെ സോണിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സോണിക്കും ദേഷ്യം വരുവാണ്. ആൽബിയേട്ടനെ എച്ചിലാണോ തിന്നുന്നത്, ആ എച്ചിൽ പോലും തിന്നാൻ യോഗ്യതയില്ലാത്തവനെ ഇവൻ എന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും 2 പേർക്കും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ആൽബി പറയുന്നുണ്ട്, വാ സോണി നമുക്ക് പോകാം, ഇങ്ങനെയുള്ളവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടും വണ്ടിക്കകത്ത് കയറുവാണ് കേട്ടോ. വണ്ടിക്കകത്ത് കയറി കഴിയുമ്പോഴേക്കും ആൽബി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവരോടൊക്കെ തിരിച്ച് പ്രതികരിച്ച് കഴിഞ്ഞാലോ കൂടുതൽ പ്രശ്നമാവുന്നത്, എന്താ കാര്യം നമുക്കറിയാമല്ലോ, നമ്മളിനി കൂടുതൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ഇവന് എവിടുന്നോ ഒരു 10 പൈസ വന്നിട്ടുണ്ട്, മിക്കവാറും അങ്ങേര് വല്ലയിടത്തും പോയി മോഷ്ടിച്ചുണ്ടാക്കിയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് പ്രകാശൻ വിക്രത്തിൻ്റെ തോളിൽ തട്ടിട്ട് പറയുകയാണ്, എടാ മോനെ, കഴിഞ്ഞു, പക്ഷേ ഇനിയുള്ള കാലത്തും ഒരാളെയും കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം നീ ഉണ്ടാക്കരുത്, നമുക്കിനി എല്ലാം ഉണ്ട്, നമുക്കിനി അത് വെച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് അവരോട് ഇവിടുന്ന് പോകുന്ന കാണിച്ചു കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.